എല്ലാവർക്കുമുള്ള ഒരു സംശയമായിരിക്കും, പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതാ, സ്ഥൈര്യലേപനത്തിലൂടെ ഉറപ്പിച്ചതാ, നമ്മൾ കാറ്റഗിസത്തിൽ പഠിച്ചിട്ടുള്ള കാര്യം. പിന്നെ എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? ഇത് നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയമായിരിക്കാം. നമ്മൾ ഏതൊരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, ഞങ്ങൾ അച്ഛന്മാർ ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ, ഒരു പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോട് തുടങ്ങുന്നത്. അതെന്തിനാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്? നിങ്ങൾ ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. സ്കൂളുകളിൽ ക്ലാസ് ചിലപ്പോൾ തുടങ്ങുന്നത്, നമ്മുടെ ക്രിസ്തീയ സ്കൂളുകളിൽ നോക്കിയോ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. എന്തിനാണ് എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസായിലൂടെ സ്വീകരിച്ചതല്ലേ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലേ? അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ അത് കണ്ടതാ. അവിടെ ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർക്ക് സമാധാനം 3 പ്രാവശ്യം കൊടുത്തിട്ട് അവരിൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് മാറ്റം ഉണ്ടാകണം. ഭയന്ന് വിറച്ചാണ് ശിഷ്യന്മാരിയ്ക്കുന്നത്, അവർക്ക് മാറ്റം ഉണ്ടാവണം. പക്ഷെ അവർക്ക് മാറ്റം ഉണ്ടായോ എന്നുള്ളതൊരു ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 21-ാം അധ്യായത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ശിഷ്യന്മാർ അവരവരുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത്? അത് പെന്തക്കോസ്താ ദിവസത്തിന് ശേഷം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉത്തേജിപ്പിക്കണം. അതെല്ലാ ദിവസവും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണമെന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, നല്ല പ്രാർത്ഥനയിലായിരുന്നു എന്നതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥനയിലായിരിക്കണമെന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ, അരൂപിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ഉത്തേജിപ്പിക്കണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും ഈ പരിശുദ്ധാത്മാവിന് വലിയ നിറവ് ആവശ്യമാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതിയ 2-ാം ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, 1-ാം അധ്യായം 6-ാം തിരുവചനം, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. നമുക്കറിയാം പൗലോസ്ലീഹ ഇത് ഓർമ്മപ്പെടുത്തുന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്. നിസ്സംശയം സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. കാരണം അവൻ്റെ ജനനം തന്നെ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെയാണ് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ അവൻ്റെ രഹസ്യ ജീവിതത്തിന് ശേഷം പരസ്യ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലെ എഴുന്നള്ളി വരുന്നതാണ്. അതിനുശേഷം ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചത്, ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയും പിശാചി മരുഭൂമിയിലേക്ക് നയിച്ചു. അങ്ങനല്ല വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈശോയെ ദുഷ്ടാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നതിനോ അല്ലെ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനോ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. ഈശോ അത് തന്നെയാണ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം, മർദ്ദിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പൊ ഈശോയ്ക്ക് പോലും ഈശോ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഈശോയ്ക്ക് പരിശുദ്ധാത്മാവിനെ കുറഞ്ഞു പോയിട്ടല്ല, മറിച്ച് നമുക്കൊരു മാതൃകയാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ഇത് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലും. അവര് പരിശുദ്ധാത്മാവിന് ഈശോ നിശ്വസിച്ചിട്ട് പോലും വീണ്ടും അവര് പഴയ ജീവിതത്തിലേക്ക് ഇറങ്ങിയെങ്കിലും പെന്തക്കോസ്തായ ലെവലിൽ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞു. എന്നിട്ട് വീണ്ടും കാരാഗ്രഹവാസവും അടിയും സെൻഹദ്രീൻ സംഘത്തിന് ഭീഷണിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചത് വചനം പ്രസംഗിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയും അവർ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവിടെ ദൈവം അവർക്ക് നൽകുന്നത് ഇതിനുള്ള പ്രത്യേക വരങ്ങളല്ല, മറിച്ച് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
അപ്പം ധൈര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചപ്പോഴും വചന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവാണ്.